സാങ്കേതിക തകരാറ് സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 88-ാം ബൂത്തിൽ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിൽ 2 ബൂത്തും 88-89 അവിടെ VVPAT ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ VVPATന്റെ യൂണിറ്റിൽ പ്ലീസ് ചേഞ്ച് ബാറ്ററി എന്നുള്ളതാണ് ഡിസ്പ്ലേ വരുന്നത്. പോളിംഗ് ഓഫീസർ പുതിയൊരു ഓഫീസറാണെന്ന് തോന്നുന്നു. അവർ കുറച്ച് ആശങ്കയിലുമാണ്. അപ്പം ഞാൻ അവരെ സമാധാനിപ്പിച്ചു. അവരെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം ആളുകളെ അവർ 7 മണിക്ക് പ്രതീക്ഷിച്ചിട്ടുമില്ല. വരി നിൽക്കുന്ന ആളുകൾ 20-ലേറെ പുരുഷന്മാരും 15ഓളം സ്ത്രീകളുമുണ്ട്. പിന്നെ അത് മാറ്റാനെടുക്കുന്ന സമയവും മറ്റു കാര്യങ്ങളുമായിട്ട് അവർക്കൊരു ചെറിയ ആശങ്കയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സമയമെടുത്തത് മാറ്റിക്കോളൂ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഉള്ളിൽ ചെയ്യാം. മറ്റേ ബൂത്തിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ അതായത് ഇപ്പോഴുള്ള യൂണിറ്റിലുള്ള ഡിസ്പ്ലേ എററാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ബാറ്ററി എറർ ആയിരിക്കില്ല, ഡിസ്പ്ലേ എറർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് പുനരാരംഭിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നത്. പൊതുവെ ബൂത്തുകളിലൊക്കെ രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് എല്ലാവരുടെയും. ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ, ജനം വരി നിന്ന് വോട്ട് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞതാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുണ്ടാകുന്ന ഒരു 3 മുതൽ 5% വരെ വീഴ്ചയുണ്ട്, കുറവുണ്ട്. അത് ഏത് ബൈ ഇലക്ഷനിൽ എത്ര തന്നെ ആയാലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതിവൈകാരികമായിട്ടും നടക്കുന്നൊരു തിരഞ്ഞെടുപ്പ് അല്ലാത്തൊരു സാഹചര്യത്തിൽ. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ആ ഡെഫിസിറ്റിനെ മറികടന്ന് നെറ്റ് ശതമാനം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ദശാംശമെങ്കിലും കൂടാനാണ് സാധ്യത. ഒപ്പം ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും. ഇത് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ വിളിച്ചിട്ടുണ്ട്. അവർ വിളിച്ചിട്ടുണ്ട്. VVPATലെ ബാറ്ററി യൂണിറ്റിന്റെ ഡിസ്പ്ലേ എററാണ് കാണിക്കുന്നത്. പ്ലീസ് ചേഞ്ച് ബാറ്ററി എന്നാണ് കാണിക്കുന്നത്. അത് ഡിസ്പ്ലേ എററാണോ ടെക്നിക്കൽ എററാണോ എന്ന് അവർ വെരിഫൈ ചെയ്തു. അസിസ്റ്റൻസ് വിളിച്ചിട്ടുണ്ട്. അതെത്തും. ശരി, ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാണിക്കുന്നു ഒരു ബൂത്തിൽ എന്നതാണ്. പ്ലീസ് റിമൂവ് ബാറ്ററി, ചേഞ്ച് ബാറ്ററി എന്ന് കാണിക്കുന്നു എന്നാണ്. എന്തായാലും വേഗത്തിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ സരിൻ സൂചിപ്പിച്ച പോലെ ഇത്രയും പെട്ടെന്ന് ഈ രാവിലെ ഈ സമയത്ത് തന്നെ ഇത്രയധികം നീണ്ട നിരയുണ്ടാകുമെന്ന് ഒരുപക്ഷെ പോളിംഗ് ഉദ്യോഗസ്ഥരും കരുതി കാണില്ല. അതിൻ്റെ ഒരു ആശങ്ക അവർക്കുണ്ട് എന്നാണ്. എന്തായാലും വേണ്ട ക്രമീകരണങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.